നമസ്തേ, ഞാൻ ഗീതാശിവൻ. ഇന്നത്തെ വീഡിയോയിലെ ഗുളികൻ എന്ന ഉപഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗുളികൻ്റെ ദോഷം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും തന്നെ ഈ ഗുളികൻ്റെ ദോഷം അനുഭവിക്കുന്നവരാണ്. അതിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട്. എത്ര നല്ല പ്രവൃത്തി ചെയ്താലും എത്ര കഠിനാധ്വാനം ചെയ്താലും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ഒരു വിധത്തിലും രക്ഷപ്പെടാത്തവരായിട്ടുള്ള ഒട്ടനേകം ആൾക്കാരുണ്ട്. അപ്പം ഈ ഗുളികൻ്റെ അവരുടെ ജാതകത്തിൽ ഈ ഗുളികൻ്റെ സ്ഥിതി അനുസരിച്ച് ഓരോരുത്തരുടെ ജാതകത്തിൽ നമുക്ക് ഈ ഗുളികൻ എവിടെ നിന്നാലും ഈ ഗുളികൻ ദോഷത്തിൽ തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെ തരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിപ്പം പറയാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇത് ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കണം. അതിന് ശേഷം നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ എവിടെയാണ് ഗുളികൻ്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യാൻ. അതിന് എൻ്റെ സഹായം വേണമെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഗുളിക മന്ത്രങ്ങൾ ജപിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നതാണ്. തന്നെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് പറയാം, പക്ഷേ എല്ലാവരും പറയാൻ നമുക്ക് സമയം പരിധി ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. എന്നാലും ഞാൻ എളുപ്പം തന്നെ ഇത് പറയാൻ കുറേ കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് പറയാൻ തുടങ്ങുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം അറിയാതെ തന്നെ ഒട്ടുമിക്ക ദുരിതത്തിനും കാരണമായി ഈ ഗുളികൻ വരാറുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നവഗ്രഹങ്ങളുടെ സ്വാധീനം എന്നതിന് ഒപ്പം തന്നെ ഗുളികനും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഗുളികൻ ഒരു നല്ല ഗ്രഹമല്ല, ഒരുപാട് ദോഷങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ഗുളികൻ. ഗുളികൻ ഏത് സ്ഥാനത്ത് നിന്നാലും ആ സ്ഥാനത്തെ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ ദുരിതപ്പെടുത്തി കളയും. അത് ഏത് നല്ല ശുഭഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്ത് എന്നാൽ ആ ഗ്രഹത്തിൻ്റെ നല്ല ശുഭത്വത്തെ ഇല്ലാതാക്കുകയും ദുരിതം വിതയ്ക്കുകയും ചെയ്യും. അതുപോലെ ഗുളികൻ എന്ന് പറയുന്നത് അഷ്ടനാഗത്തിൽപ്പെട്ട ഒരു നാഗമാണ്. അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ശംഖുപാലൻ, അവസാനമായിട്ട് വരുന്നതാണ് ഗുളികൻ. ഇതിലേറ്റവും ഒടുവിലായി നിൽക്കുന്ന ഈ ഗുളികൻ മഹാദുരിതമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർവനാശം വിതയ്ക്കുന്ന ഈ ഗുളികൻ്റെ രൂപം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 5 തലയുള്ള ചുവന്ന കണ്ണുള്ള കുറുകിയ സർപ്പരൂപമാണ് ഗുളികേൻ്റെത്. ഗുളികൻ ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ്. ഒരു ദിവസം ഗുളികൻ്റെ ഉദയം രാവിലെ 1.5 മണിക്കൂറും രാത്രി 1.5 മണിക്കൂറുമാണ്. ഈ സമയത്താണ് നമ്മൾ ഗുളികനെ എപ്പോഴും പ്രീതിപ്പെടുത്തേണ്ടത്. അതേത് സമയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ചുരുക്കം ചില കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഗുളിക ഉദയം ഗുണപ്രദമാകുന്നത്. ഒട്ടുമിക്ക കാലത്തും ഗുളിക ഉദയം ദോഷം തന്നെയാണ് തരാറുള്ളത്. ഗുളികൻ ഓരോ ഭാവത്തിൽ നിന്നാലുള്ള ദോഷഫലങ്ങൾ അത് ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിൽ നിന്ന് 2, 7, 12 ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും ചെയ്യുന്ന ഭാവവും നശിപ്പിച്ച് കളയും, അല്ലെ ദുരിതപ്പെടുത്തി കളയും. അതുപോലെ ലഗ്നത്തിൽ ഗുളിക നിന്നാൽ 13.5 വയസ്സ് വരെ ആ കുട്ടിക്ക് വളരെ അധികം ദുരിതമാണ് അനുഭവിക്കേണ്ടത്. ഈ കുട്ടി പൂർണ്ണമായിട്ടും ദുരിതം ബാലാരിഷ്ടം അനുഭവിക്കുകയും ജീവന് വരെ ഹാനിയാണെന്നാണ് പറയുന്നത്. ഒരു വ്യാഴദൃഷ്ടിയും കൂടി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു 13.5 വയസ്സിനുള്ളിൽ തന്നെ ഈ കുട്ടി ഭൂമിയിൽ നിന്ന് തന്നെ പോകേണ്ടി വരും. അതല്ല വ്യാഴദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ലഗ്നത്തിലെ ഗുളികനാണെങ്കിൽ ഈ 13.5 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് രാജയോഗവും വളരെ ഉന്നതിയിൽ ജീവിക്കാനുള്ളൊരു യോഗം ഈ കുട്ടിക്ക് ഉണ്ടാകും. എന്നാൽ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികൻ നിങ്ങൾ മിക്കവാറും കണ്ടു കാണും. നമ്മുടെ ഇടയ്ക്കൊക്കെ ചില ആൾക്കാർ അവർ നാവ് ഒന്ന് ചലിച്ചാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന രീതിയിൽ ഉള്ള നാവ് ഉള്ള ആൾക്കാരുണ്ട്. അവരെപ്പോഴും അവർ നല്ലത് പറഞ്ഞാൽ പോലും മറ്റുള്ളവർക്ക് അത് വിഷമം തോന്നിക്കും. ആ രീതിയിലുള്ള വാക്കുകൾ പറയുകയും അല്ലെ ശാപവാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ശപിക്കുകയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരില്ല. അതൊക്കെ നാവിൽ ഗുളികൻ്റെ 2ാം ഭാവത്തിൽ ഗുളിക നിൽക്കുന്ന ഒരു ലക്ഷണമാണ്. ഇവർ ഉന്നതകുല ജാതരാന്നേൽ പോലും ഇവരുടെ നാവിൻ്റെ ദോഷം കാരണം ഇവർക്ക് ദുരിതങ്ങൾ എപ്പോഴും അനുഭവിക്കേണ്ടി വരും. അതുപോലെ എല്ലാവരുടെയും വെറുപ്പിന് കാരണമാകും, ഒറ്റപ്പെടും, ധനത്തിന് നാശം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു വ്യക്തികൾക്ക് പോലും കൂട്ടുകാരോ കാരണം ഉണ്ടാകത്തില്ല. ഇവരെ എപ്പോഴും ഒറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ മറ്റുള്ളവരെ ഇവർ ശപിച്ചു കഴിഞ്ഞാൽ
അവർക്ക് ആ ശാപവാക്ക് വളരെയധികം ഏൽക്കുകയും ചെയ്യും. അതാണ് നാവിൽ ഗുളികനുള്ളവർ. അത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികൻ്റെ ലക്ഷണമാണത്. മൂന്നാം ഭാവത്തിലെ ഗുളികൻ എന്ന് വെച്ചാൽ സഹോദരന്മാർക്ക് നാശം സംഭവിക്കും. അവർക്ക് സഹോദരന്മാർ കാണത്തില്ല, അതോ ഉണ്ടായാലും അവർക്ക് വളരെ ദുരിതമോ അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള സംഭവങ്ങളോ ഉണ്ടാകാനിട വരും. നാലാം ഭാവത്തിൽ ഗുളികൻ വന്നു കഴിഞ്ഞാൽ തറവാട് നശിച്ചു പോകും, വീട് തന്നെ നശിച്ചു പോകും. അതുപോലെ അമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും പഴിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ. അഞ്ചാം ഭാവത്തിലെ ഗുളികൻ വളരെയധികം ദുരിതമാണ് തരുന്നത്. അതുപോലെ സന്താന ദുരിതം തരും, അതുപോലെ മാനസിക പ്രശ്നങ്ങളുണ്ടാകും, സന്താനം ഉണ്ടാകാനുള്ള കാലതാമസം, അല്ലെ സന്താനം ഇല്ലായ്മ ഉണ്ടാകുക, അല്ലെ സന്താനങ്ങളെ കൊണ്ട് വിഷമതകൾ അനുഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ അഞ്ചാം ഭാവത്തിലെ ഗുളികൻ തരുന്നതാണ്. ആറാം ഭാവത്തിലെ ഗുളികൻ ശത്രുക്കൾ നിമിത്തം നമുക്ക് ധനനഷ്ടം ഉണ്ടാകുകയും ശത്രുക്കൾ നമ്മളെ അപായപ്പെടുത്തുകയും ശത്രുക്കളല്ലേ നമ്മളെ തോൽപ്പിക്കുകയും അതുപോലെ തന്നെ എന്നും പരാജിതനായി ജീവിക്കേണ്ടി വരികയും രോഗാതി ദുരിതങ്ങളും കഷ്ടതകളും കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടിയും വരുന്ന ഒരു ആറാം ഭാവത്തിൽ ഗുളികൻ നിന്നാലുള്ള ഫലം ഉണ്ടാകുന്നത്. ഏഴാം ഭാവത്തിലെ ഗുളികൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാകുകയോ അല്ലെ വിവാഹ ജീവിതം വേർപെട്ടു പോകാനും ദമ്പതിമാർ തമ്മിൽ അകന്ന് ജീവിക്കാനും ഒക്കെയുള്ളൊരു യോഗം ഉണ്ടാക്കും ഏഴാം ഭാവത്തിലെ ഗുളികൻ. അതുപോലെ അഷ്ടമത്തിലെ ഗുളികൻ എന്ന് പറയുന്നത് എട്ടാം ഭാവത്തിലെ ഗുളികൻ അപമൃത്യു ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എട്ടാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നവർക്ക് രക്ഷ അവരെപ്പോഴും ആത്മഹത്യ ഭീഷണി ഉണ്ടാകും, അല്ലെങ്കിൽ അപമൃത്യു അവർക്ക് സംഭവിക്കും, അപകട മരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം ഉണ്ടാകും. ഒമ്പതാം ഭാവത്തിലെ ഗുളികൻ ഭാഗ്യം തരുമെങ്കിലും അതുപോലെ തന്നെ ഇരട്ടി നഷ്ടം ഉണ്ടാക്കും. പത്തിലെ ഗുളികൻ തൊഴിൽ വിരക്തി, തൊഴിലുണ്ടാകുന്ന നഷ്ടം, എത്ര കഴിവുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ജോലി കിട്ടായ്മയും അതുപോലെ കർമ്മത്തിൽ വളരെ ദുരിതങ്ങളും തടസ്സങ്ങളും ജോലി കിട്ടാനുള്ള തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം ഉണ്ടാകും. 11 ഗുളികൻ സമൂഹത്തിൽ നല്ല പേരുണ്ടാക്കി തരുമെങ്കിൽ തന്നെയും അതിനോടൊപ്പം തന്നെ ദുഷ്പേരും കിട്ടാനുള്ള യോഗം ഉണ്ടാകും. അതുപോലെ 12 ഗുളികൻ എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ എല്ലാ ഭാവം കൊണ്ടുള്ള ദുരിതങ്ങളും, അത് 1 മുതൽ ലഗ്നം മുതൽ 12 ഭാവം വരെ പറഞ്ഞിട്ടുള്ള എല്ലാ ദുരിതങ്ങളും ഈ 12 ഗുളിക നിൽക്കുന്ന ആൾക്കാർ അനുഭവിക്കേണ്ടി വരും. വളരെ കഷ്ടതയായിരിക്കും ഇവർക്ക്. ധനനഷ്ടവും കടബാധ്യത, അതുപോലെ ഒട്ടനവധി ദുരിതങ്ങളും ക്ലേശങ്ങളും എല്ലാ തരത്തിലും അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു യോഗമുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമായി വ്യാഴദൃഷ്ടിയോടുകൂടി ഉണ്ടെങ്കിൽ ഇതിന് ഇങ്ങനെയുള്ള ഗുളിക സ്ഥിതിക്ക് പരിഹാരം കാണും. അത് പരിഹാരമായി ഉണ്ടാകും, കുറേ ദുരിതങ്ങളൊക്കെ കുറഞ്ഞിരിക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ ഗ്രഹനിലയിലെ ഈ ഗുളികൻ്റെ സ്ഥിതികൾ കറക്റ്റ് മനസ്സിലാക്കി അതിന് ഏത് രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തുള്ള ജ്യോത്സ്യന്മാരെ കണ്ട് നിങ്ങളുടെ ഗുളിക സ്ഥിതി മനസ്സിലാക്കാം. അതല്ല മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്യണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് കറക്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ ഒക്കുന്നത്ര ആൾക്കാർക്ക് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ത്രീ ആണെങ്കിൽ സ്ത്രീ രൂപവും പുരുഷനാണ് പുരുഷ ആൾ രൂപവും ഇതാണ് മേടിക്കേണ്ടത്. അതുപോലെ തന്നെ ഗുളിക മന്ത്രം ഞാൻ താഴെ എഴുതി തരികയും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറയുകയും ചെയ്യാം. ഇത് 36 പ്രാവശ്യം ജപിക്കണം. ഈ ഗുളിക മന്ത്രം ഇങ്ങനെയാണ്: ഓം ബ്രഹ്മാത്മനെ ജീവാത്മനെ ബ്രഹ്മവിഷ്ണു മഹേശ്വരായ ശക്തിസ്വരൂപായ നമഃശിവായ ശിവായ രൂപായ ഗുളികായ സ്വാഹ. ഒന്നുകൂടെ പറയാം: ഓം ബ്രഹ്മാത്മനെ ജീവാത്മനെ ബ്രഹ്മവിഷ്ണു മഹേശ്വരായ ശക്തിസ്വരൂപായ നമഃശിവായ ശിവരൂപായ ഗുളികായ സ്വാഹ. ഈ മന്ത്രം 36 തവണയാണ് ജപിക്കേണ്ടത്. അത് വ്രതശുദ്ധി അങ്ങനെ ഒന്നും പറയുന്നില്ല. അത് രാവിലെ വൈകിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു സമയം തിരഞ്ഞെടുക്കുക. അതിനുശേഷം 36 തവണ ഈ മന്ത്രം ജപിച്ച് 41 ദിവസം 41ാമത്തെ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും അതിനുവേണ്ടി സ്ത്രീ ആണെങ്കിൽ
പിന്നെ സ്ത്രീയുടെ രൂപം ആൾ രൂപം വാങ്ങുക, പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ ആൾ രൂപം വാങ്ങുക. ഇത് വെച്ച് വേണം നമ്മൾ സമർപ്പിച്ച് ആൾ രൂപം ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. എന്നിട്ട് വഴിപാട് നടത്തുക. അതിനുശേഷം ഈ ഗുളിക ഉദയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെയുണ്ട് രാത്രിയിലുണ്ട്. ഈ സമയം നോക്കി ഈ ഗുളിക മന്ത്രം ജപിച്ച് 9 പ്രാവശ്യമെങ്കിലും ജപിച്ച് പ്രാർത്ഥിക്കുക. വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. അത് ഏത് ഭാവത്തിലാണ് ഗുളിക നിൽക്കുന്നത് വെച്ചാൽ ആ ഭാവസ്ഥിതി അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങളങ്ങനെ ചെയ്യുക. ഓക്കെ.